ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വ്ളോഗ് എന്താണെന്നല്ലേ, ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഡാഡി അമ്മയെ ഒത്ത് 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പിന് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറാക്കേഷായിരുന്നു പോയത്, മൊറോക്കോയിൽ. ഇപ്രാവശ്യം ഞങ്ങൾ ബാക്കുവിലോട്ടാണ് പോകുന്നത്, അസർബൈജാനിൽ. ഞങ്ങൾ ലോട്ട് പോളിഷിനാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഫ്ലൈറ്റിന് പോകുന്നത്. നല്ല ഫ്ലൈറ്റായിരുന്നു കേട്ടോ. ദേ പോകുന്ന വഴിക്ക് നമ്മുടെ നല്ല ആൽപ്സിൻ്റെയും നല്ല അടിപൊളി സ്വിസ് മൗണ്ടൻസ് കണ്ടിട്ടോ പോകുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കേട്ടോ. നല്ല ഫ്ലൈറ്റായിരുന്നു. ചെറിയ ചെറിയ സ്നാക്കെല്ലാം കിട്ടുന്ന ഫ്ലൈറ്റായിരുന്നു. ഡാഡിയും അമ്മയും എക്സിറ്റ് സീറ്റിലായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് കിട്ടിയ ഫുഡ് കേട്ടോ. പിന്നെ ദേ നമ്മൾ അങ്ങനെ വാർഷാവ് വഴിയാണ് പോയത്. അപ്പോൾ വാർഷാവിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള കാഴ്ചയാണ്. എന്ത് രസമല്ലേ, എനിക്കിഷ്ടമാണ് ഈ രാത്രി വ്യൂ, അടിപൊളിയാണ്. പിന്നെ ദേ ഞങ്ങൾ വാർഷാവിൽ നിന്ന് ബാക്കുവിലോട്ട് ബോർഡ് ചെയ്യുന്നു. അതും ലോട്ടിന് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ബാക്കു ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഞങ്ങൾ ടെർമിനലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കുഞ്ഞ് എയർപോർട്ടാണ്, നല്ല രസമുണ്ട്. ഇതിപ്പോൾ അറൈവലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് അമ്മയും ഡാഡിയും അടുത്ത ബസ്സിനാണ് വന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്താണ്. ഞങ്ങളെല്ലാവരും നല്ല സൂപ്പർ ടയേർഡാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ സമയം 5:10 രാവിലെ. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക, ഞങ്ങൾ നല്ല ടയേർഡും, പക്ഷേ ഈ സൂര്യോദയം കാണാൻ നല്ല ഭംഗിയാണ്. സൺറൈസ് കാണുന്നത് വളരെ ചുരുക്കമാണ്. നമ്മൾ ബാക്കോ സിറ്റിയുടെ തന്നെയാണ് കേട്ടോ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. മിഡ് ടൗൺ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 4-സ്റ്റാർ ഹോട്ടലാണെങ്കിൽ 5-സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സർവീസായിരുന്നു. ഭയങ്കര ക്ലീനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫുകളും അടിപൊളിയായിരുന്നു. പിന്നെ റൂമിൻ്റെ സൈസ് എടുത്ത് പറയേണ്ടതാണ്. ഇതാണ് ഡാഡിക്കും അമ്മയ്ക്കും വേണ്ടി ബുക്ക് ചെയ്ത റൂം. സ്റ്റാൻഡേർഡ് ഡബിൾ ബെഡ്റൂം. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൈസാണ്. ഇതിൻ്റെ അകത്ത് ഓടിക്കളിക്കാം, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഞങ്ങൾ വളരെ റെയറായിട്ടാണ് കാണാറ്. നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ പോയാലും ഇത്രയും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കാണാറില്ല. ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലോട്ടാണ്. ഞങ്ങളൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഈത്തിന് കിടക്കാനുള്ള സ്പേസൊക്കെ വേണമല്ലോ. ബാക്കുവിൽ ഒരുപാട് സ്കാമിങ് നടക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ. നമ്മളിപ്പോൾ booking.com അല്ലെങ്കിൽ വേറെ പലയിടത്തും നമ്മൾ ഓരോ ഹോട്ടൽ കണ്ടിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ മിക്കവാറും അതല്ല എന്നുള്ളത് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ റിവ്യൂ ഉള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള റിവ്യൂസും നോക്കാം. പിന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ നിങ്ങൾക്കറിയാം. ഫോട്ടോയിൽ കാണുന്ന പോലെയാണോ എന്നും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടി ഉള്ളതാണ് എടുത്തത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ ലാൻഡ് ചെയ്തു, റൂം കിട്ടി. ഒരു 7 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. ഇത് ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ്. അതിൻ്റെ അകത്ത് സാറയ്ക്ക് കൂടെയുള്ള ബെഡ് കൂടി ഇട്ടിട്ടുണ്ട്, ഈത്തനുള്ള ബെഡ് ഇട്ടിട്ടുണ്ട്. അതായത് 2 സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഇത് തൊട്ടടുത്തുള്ള ഒരു ബാത്റൂമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റീസ്, ബാത്റൂം, ഇങ്ങനെ അവരെല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പറഞ്ഞാൽ 4 സ്റ്റാർ ആണെങ്കിൽ ഒരു 5 സ്റ്റാറിൻ്റെ ലുക്കുണ്ട്. നമുക്കൊരു ലിവിങ് റൂം പോലെയുണ്ട്. ഒരു കബേർഡുകളുണ്ടായിരുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനായിട്ട്. പെട്ടി വെക്കാൻ സ്ഥലമുണ്ടായിരുന്നു. പിന്നെ മുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. മുകളിലാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം പോലെ ഒരു ബെഡ്റൂമും അത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടും അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീനും ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ബെഡ്ഷീറ്റൊക്കെ മാറ്റി സൂപ്പർ ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ ദേ ഇപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കണ്ടില്ലേ എന്തുമാത്രം വെറൈറ്റി ആണെന്നറിയാമോ. ഇവിടെയും കുറേ ചീസിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡെസേർട്ടിൻ്റെ ഒരു സൈഡ്, നമ്മുടെ ചോക്ലേറ്റിൻ്റെ അവിടെ ഒരു സൈഡ്, വാം ബിഫേ, ബ്രെഡിൻ്റെ സൈഡ്, പിന്നെ ഇവിടുത്തെ ചായ് സൂപ്പറായിരുന്നു. ഇത് റൈസ് പുഡിംഗ് കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അധികം കഴിച്ചില്ല, കാരണം ഭയങ്കര യാത്രാക്ഷീണമായത് കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അടുത്ത് വരുന്ന വ്ളോഗിൽ ബാക്കുവിനെ കുറച്ചുകൂടിയും പരിചയപ്പെടുത്താം കേട്ടോ ഞാനിന്ന്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കണ്ട.